ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഒരു നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി ക്ലാസ് എടുക്കാം. ഇത് പുതിയ ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 7, ലോഗരിതമിക് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അപ്പം ഇതിൽ ലോഗരിതമിക് ഫങ്ഷൻസ് ആണ് വരിക. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഓക്കെ, നിങ്ങൾ റിയൽ നമ്പറിന്റെ ലോഗരിതം പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് ln r denote the natural logarithm of a positive real number r. ഒരു പോസിറ്റീവ് റിയൽ നമ്പർ r, അതിന്റെ നാച്ചുറൽ ലോഗരിതത്തിനെയാണ് നമ്മൾ ln r എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. We define logarithmic function of a non-zero complex variable. നമ്മൾ ഒരു കോംപ്ലക്സ് വേരിയബിൾ, അത് നോൺ സീറോ ആണ്. കാരണം സീറോക്ക് നമ്മൾ ലോഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലോഗ് സീറോ ഡിഫൈൻഡ് അല്ല. അപ്പൊ അത് കാരണം കൊണ്ട് കോംപ്ലക്സ് വേരിയബിൾ, നോൺ സീറോ കോംപ്ലക്സ് വേരിയബിൾ സെഡ് ഈക്വൽ ടു നമ്മൾ പോളാർ ഫോമിലാണ് എഴുതുന്നത്. സെഡ് ഈക്വൽ ടു r e raised to i തീറ്റ. തീറ്റ വാരി ചെയ്യുന്നത് മൈനസ് പൈക്കും പൈക്കും ഇടയിൽ. അപ്പൊ അതിന്റെ ലോഗ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലോഗ് സെഡ് ഈക്വൽ ടു ലോഗ് ഓഫ് r e raised to i തീറ്റ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് പ്രോപ്പർട്ടി വെച്ചിട്ട് ലോഗ് എക്സ് വൈ എന്ന് പറയുന്നത് ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ആണ്. അത് വെച്ചിട്ട് ലോഗ് ആറ് പ്ലസ് ലോഗ് ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ ലോഗും ഇയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഐ തീറ്റ എന്നാണ് വരിക. അപ്പൊ ഇവിടെ ln r പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n പൈ. ഇത് പീരിയോഡിക് ഇതായതുകൊണ്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് ലോഗ് സെഡിനെ ln സെഡ് എന്നും എഴുതാം. ln സെഡ് ഈക്വൽ ടു ln r പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n പൈ. n 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 അങ്ങനെ എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ഇറ്റ് ഫോളോസ് ദാറ്റ് ലോഗ് സെറ്റ് ഈസ് എ മൾട്ടിപ്പിൾ വാല്യൂ. കാരണം n-ന് ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന് ഇത് 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ln r പ്ലസ് ഐ തീറ്റ എന്ന് വരും. ഇനിയിപ്പോൾ 1 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ln r പ്ലസ് ഐ തീറ്റ പ്ലസ് 2 പൈ എന്ന് വരും. അങ്ങനെ 2 പൈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂഡ് ആണിത്. All those values have same real part, but their imaginary part differ by integral multiples of 2 pi. കാരണം ഇത് റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ln r എല്ലാത്തിനും സെയിം ആണ്. ഇവിടെ n മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, r വേരി ചെയ്യുന്നില്ല. അപ്പൊ ഇമാജിനറി പാർട്ട് മാത്രമേ ഡിഫറെന്റ് ആവുള്ളൂ. അത് ഈ 2 പൈയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഇതാണ്. ലോഗ് സെഡ് എന്ന് പറയുന്നത് ln r പ്ലസ് ഐ തീറ്റ പ്ലസ് 2n പൈ. ഇനി ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. സെഡ് എന്ന് പറയുന്നത് r e raised to i തീറ്റ ആണ് പോളാർ ഫോമിൽ. ഇനി ലോഗ് സെഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ എഴുതി. ലോഗ് മോഡ് സെഡ് എന്ന് പറയുന്നത് ലോഗ് മോഡ് r പ്ലസ് ഐ ആർഗ് സെഡ് ആണ്. ഇനി നമ്മൾ n ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ n ഇവിടെ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഗ് r പ്ലസ് ഈ ടേം ഇല്ല, തീറ്റ എന്ന് മാത്രമേ വരുള്ളൂ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് മൈനസ് പൈക്കും പൈക്കും ഇടയിലാണ്. ഇവിടെ തീറ്റ പ്ലസ് എന്ന് പറഞ്ഞ ടേം ഇല്ല. അപ്പൊ എന്തായാലും ഇതിന്റെ ഉള്ളിലായിരിക്കും തീറ്റ. അപ്പൊ അതിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ് സെഡ് എന്ന് പറയുന്നത്. അതായത് ഇതിനെയാണ് നമ്മൾ ആർഗ് സെഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതില് n-ന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ വാല്യൂവിനെയാണ്, തീറ്റ ഏതാണോ വാല്യൂ അതിനെയാണ് ആർഗ് സെഡ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് നമുക്ക് അപ്പൊ ലോഗ് സെഡിന് ഒരു വാല്യൂ കിട്ടുമല്ലോ, അതിനെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് സെഡ് എന്നും വിളിക്കും. ഓക്കെ, അതിനെ നമ്മൾ ക്യാപിറ്റൽ ലോഗ് സെഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ക്യാപിറ്റൽ ലോഗ് സെഡ് ഈക്വൽ ടു ln r പ്ലസ് ഐ ആർഗ് സെഡ്. അതായത് ഇനി അടുത്ത സ്റ്റെപ്പില് r എന്ന് പറയണതിന് നമുക്ക് മോഡ് സെഡ് എന്ന് കൊടുക്കാം. കാരണം സെഡ് എന്ന് പറയുന്നത് r e raised to i തീറ്റ ആണ്. അപ്പൊ മോഡ് സെഡ് എന്ന് പറയുന്നത് മോഡ് r e raised to i തീറ്റ. അപ്പൊ മോഡുലെസ് മോഡ് എക്സ് വൈ എന്ന് പറയുന്നത് മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ആണ്. അപ്പൊ മോഡ് r ഇൻറ്റു മോഡ് e raised to i തീറ്റ. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിരുന്നു മോഡ് e raised to i തീറ്റ 1 ആണ്. അപ്പൊ നമുക്ക് മോഡ് r എന്ന് കിട്ടും. പിന്നെ r ഗ്രേറ്റർ ദാൻ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ മോഡുലെസ് വാല്യൂ എന്ന് പറയുന്നത് r ആയിരിക്കും. അപ്പൊ നമുക്ക് r-ന് പകരം മോഡ് സെഡ് എന്ന് കൊടുക്കാം. അപ്പൊ ln r പ്ലസ് ഐ ആർഗ് സെഡിന് പകരം ln മോഡ് സെഡ് പ്ലസ് ഐ ആർഗ് സെഡ്. ചില പ്രോബ്ലത്തിൽ നമുക്ക് r തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. മോഡ് സെഡ് എന്ന് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി പ്രോബ്ലംസ് നോക്കാം. ഇതിനാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് n-ന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ.
ഫൈൻഡ് ദ വാല്യൂ ഓഫ് log 1. log 1ന്റെ വാല്യൂ എത്രയാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ log 1 എന്ന് പറയുമ്പോൾ ഇവിടെ z1 ആണ്. അപ്പൊ z1 എന്ന് പറയുമ്പോൾ z equal to r e raised to i theta. അപ്പൊ r e raised to i theta എന്ന് പറയുന്നത് 1 ആണെന്നാണ്. അപ്പൊ രണ്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ രണ്ടും 1 ആയിരിക്കണം. ആറും 1 ആയിരിക്കണം, e raised to i theta 1 ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ടും -1 ആയാലും മതി. പക്ഷെ ഇത് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുപോലെ ആറും പോസിറ്റീവ് റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ -1 വരുന്ന കേസ് വരില്ല. അപ്പൊ രണ്ടും 1 ആയിരിക്കും. അപ്പൊ r 1 ആണ്. പിന്നെ e raised to i theta 1 കിട്ടണമെങ്കിൽ തീറ്റ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് r 1 കിട്ടി, തീറ്റ 0 കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം log z എന്ന് പറയുന്നത് ln r plus i arg z ആണ്. അതായത് ln r plus i into theta plus 2n pi ആണ്. അപ്പൊ ഇവിടെ r-നും തീറ്റയ്ക്കും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ln 1 plus i into theta 0 ആയിരുന്നു. 0 plus 2n pi. അപ്പൊ ഇവിടെ ln 1 നാച്ചുറൽ ലോഗരിതത്തിൽ log 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 0 plus i into 0 plus 2n pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n pi i എന്ന് വരും. ഇനി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് n-ന് 0 കൊടുക്കുമ്പോഴാണ്. n-ന് 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പൊ ക്യാപിറ്റൽ log 1 അതാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് log z എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 0 ആണ്. n-ന് 0 കൊടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ വാല്യൂ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ z ആണ് 1. അപ്പൊ കറസ്പോണ്ടിങ് ആറും തീറ്റയും എത്രയാന്ന് നോക്കുക. ഇവിടെ രണ്ടും r 1 ആണ്, e raised to i theta 1 എന്ന് പറയുമ്പോൾ തീറ്റ 0 ആണ്. അപ്പൊ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ln z equal to ln r plus i into theta plus 2n pi എന്ന് പറഞ്ഞ നമ്മുടെ ഇക്വേഷൻ. തീറ്റയ്ക്കും ഇതിനും വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇനി അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാനായിട്ട് n-ന് 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. log -2i. അപ്പൊ z എന്ന് പറയുന്നത് 0 - 2i ആണ്. അപ്പം ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് r എത്രയാണ് തീറ്റ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് നമുക്ക് r-ഉം തീറ്റയും അറിയായിരുന്നു. നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചല്ലോ log r, അതിന് പകരം log mod z ഇട്ടാലും മതി. അപ്പൊ അത് പ്രോബ്ലത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പ്രോബ്ലത്തിന് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. mod z എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നാണ് വരിക. √0² plus -2 ഇതിന്റെ സ്ക്വയർ എടുത്തിട്ട് റൂട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 4ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 2 കിട്ടും. mod z 2 ആണ് നമുക്ക് കിട്ടുക. arg z എന്ന് പറയുന്നത് tan inverse y/x ആണ്. ഇവിടെ y എന്ന് പറയുന്നത് -2ഉം x 0യുമാണ്. അപ്പൊ tan inverse -2/0 എന്ന് പറയുമ്പോൾ tan inverse ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് π/2 ആണ് വില. tan π/2 എന്ന് പറയുന്നതാണ് ഇൻഫിനിറ്റി. tan π/2 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഈ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ -π/2 plus 2n pi. π/2ന് ഈ മൾട്ടിപ്പിൾസ് ഇതുകൾ 2n pi പീരിയോഡിക് ആയിട്ട് വരുന്നതിനും ഇൻഫിനിറ്റി തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ arg z കണ്ടുപിടിച്ചു, mod z കണ്ടുപിടിച്ചു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ log ഇതെന്ന് പറയുന്നത് ശരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത് log r plus i into theta plus 2n pi ആയിരുന്നു. അതായത് i into arg z ആയിരുന്നു. അപ്പൊ നമുക്ക് log r-ന് പകരം log mod z എന്ന് എഴുതിയാലും മതി. അപ്പൊ mod z എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടി. അപ്പൊ log 2 plus i into arg z എന്ന് പറയുന്നത് -π/2 plus 2n pi ആണ് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ log 2 minus i into π/2 minus 2n pi എന്ന് വരും. ഇനി n-ന് 0 plus or minus 1 എക്സെട്ര വാല്യൂസ് ഉണ്ട്. ഇനി നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ കാണുകയാണ്, ക്യാപിറ്റൽ log. അപ്പൊ നമ്മൾ n-ന് 0 കൊടുക്കുമ്പോൾ ഈ ടേം പോയിട്ട് ln2 minus i into π/2 എന്ന് വരും. ഇതാണ് ക്യാപിറ്റൽ log. ഓക്കെ, അപ്പൊ രണ്ട് തരത്തില് ലോഗിന്റെ വാല്യൂ കാണാൻ പറ്റും. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് r-ഉം തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് ആദ്യത്തെ പ്രോബ്ലത്തിലെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ കേസിൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് r-ഉം തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള ഫോർമുലയാണ് log r plus i into arg z, അല്ലെങ്കിൽ log r plus i into theta plus 2n pi. ആ ഇക്വേഷന് പകരം അത് സെയിം തന്നെയാണ് log mod z plus i into arg z. അപ്പൊ mod z-ഉം r-ഉം സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലത്തിൽ mod z-ഉം arg z-ഉം കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട്
അതിൽ n-ന് 0 കൊടുക്കുമ്പോഴാണ് പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിന്റെ 2 പ്രോബ്ലം തരാം, അത് നിങ്ങൾ ചെയ്തുകൊണ്ട് വരിക നാളത്തേക്ക്. 2 പ്രോബ്ലമേ ഉള്ളൂ. ഓക്കെ, നാളെ എന്ന് ഉദ്ദേശിച്ചത് തിങ്കളാഴ്ചയാണ്. നെക്സ്റ്റ് ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സെഡ്. നമ്മൾ ലോഗ് സെഡിന്റെ ഡെറിവേറ്റീവ് കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ലോഗ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ln r പ്ലസ് ഐ തീറ്റ. ഇവിടെ നമ്മൾ തീറ്റ പ്ലസ് 2nπ എന്നൊന്നും എടുക്കണില്ല, തീറ്റ എന്ന് ജസ്റ്റ് എടുക്കണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കമ്പോണൻസ് എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് ln r ഉം v എന്ന് പറയുന്നത് u പ്ലസ് ഐ വി ആണെന്നുണ്ടെങ്കിൽ v എന്ന് പറയുന്നത് തീറ്റയുമാണ്. ഇനി നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു യുവിനെയും വിനെയും വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ യു ആർ എന്ന് പറയുന്നത് 1/r വരും, യു തീറ്റ 0 ആണ്, വി ആർ എന്ന് പറയുന്നത് 0 വരും, വി തീറ്റ 1 കിട്ടും നമുക്ക്. ഓക്കെ, ഇത് കണ്ടോ, യു ആർ 1, യു തീറ്റ 0, വി ആർ 0, വി തീറ്റ 1. ഇനി ഇത് അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇത് അനാലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അനാലിറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളർ, നമ്മൾ എക്സിന്റെ വൈയുടെ ടേമിലാണെങ്കിൽ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. പോളാർ ഫോമിന്റെ കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് യു ആർ ഈക്വൽ ടു 1/r വി തീറ്റ, 1/r യു തീറ്റ ഈക്വൽ ടു മൈനസ് വി ആർ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ യു ആർ ഈക്വൽ ടു 1/r വി തീറ്റ എന്ന് പറയുമ്പോൾ 1/r ഇൻറ്റു 1 ശരിയാണെന്നുണ്ട്. അപ്പൊ 1/r കിട്ടി. ഇനി 1/r യു തീറ്റ എന്ന് പറയുമ്പോൾ 1/r ഇൻറ്റു യു തീറ്റ 0 ആണ്, ഈക്വൽ ടു 0 കിട്ടും. വി ആറും 0 തന്നെയാണ്. അപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഇൻറ്റു യു ആർ പ്ലസ് ഐ വി ആർ ആണ്. അത് നെസസറി സഫിഷ്യൻ തിയറത്തിൽ പറയുന്നുണ്ട്. നമ്മൾ മറ്റേ എക്സിന്റെ വൈയുടെ ടേമിലാണെന്നുണ്ടെങ്കിൽ സെയിം തിയറം തന്നെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് യു എക്സ് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് ആയിരുന്നല്ലോ. അപ്പൊ അതിന് പകരം പോളാർ ഫോമിലേക്ക് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഇൻറ്റു യു ആർ പ്ലസ് ഐ വി ആർ എന്നാണ് വരിക. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഇൻറ്റു യു ആർ എന്ന് പറയുന്നത് 1/r ഉം വി ആർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഇൻറ്റു 1/r എന്ന് വരും. അപ്പൊ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത് 1/e റേസ് ടു ഐ തീറ്റ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/r e റേസ് ടു ഐ തീറ്റ എന്ന് കിട്ടും. ഇനി r e റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നതാണ് z. അപ്പൊ നമുക്ക് d/dz ഓഫ് log z എന്ന് പറയുന്നത് 1/z എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാം ലോഗിന്റെ ഡെറിവേറ്റീവ് 1/z ആണെന്ന്. നമ്മൾ ഇങ്ങനെ ഈ പോളാർ ഫോമിൽ ഇങ്ങനെ ചെയ്തപ്പോൾ d/dz ഓഫ് log z 1/z ആണ്. സിമിലർലി ക്യാപിറ്റൽ ലോഗ് സെഡിന്റെ ഡെറിവേറ്റീവ്, അതായത് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂന്റെ ഡെറിവേറ്റീവും 1/z തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ ലോഗ് സെഡിന്റെ ഡെറിവേറ്റീവ് കണ്ടതാണ്. അതൊന്നും തന്നെ ഇല്ല. നമ്മൾ ലോഗ് സെഡിന്റെ ഡെഫിനിഷൻ എഴുതി ln r പ്ലസ് ഐ തീറ്റ, യു വിയും ഇതാണ്, വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്തു, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് അവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഇൻറ്റു യു ആർ പ്ലസ് ഐ വി ആർ ആണ്. വി ആർ 0 ആണ്, ഇവിടെ 1/r ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/r e റേസ് ടു ഐ തീറ്റ എന്ന് കിട്ടും, അതായത് 1/z എന്ന് കിട്ടും. അപ്പൊ ഡെറിവേറ്റീവ് 1/z ആണ്. ഓക്കെ, ഇൻ പർട്ടിക്കുലർ മറ്റേ ക്യാപിറ്റൽ ലോഗ് z, അതായത് പ്രിൻസിപ്പൽ വാല്യൂന്റെയും 1/z തന്നെയാണ് ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാണ്. ബ്രാഞ്ചസ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ലോഗരിതംസ്. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ്സ് നോക്കി, ഈ ബ്രാഞ്ച് ഒക്കെ ഡെഫിനിഷൻസ് നോക്കാണ്. If z equal to r e raised to I theta is a non-zero complex number, the argument capital theta has any one of the values theta equal to theta plus 2nπ, where n equal to 0 plus or minus 1, etc. Hence, log z is multiple valued logarithm function, different imaginary parts. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ലോഗ് സെഡിന് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഇമാജിനറി പാർട്ട് n വേരി ചെയ്യുന്നതിനനുസരിച്ച് മാറും. If we let alpha denote any real number and restrict the value of theta
in log z so that alpha less than theta less than alpha plus 2 pi. ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിട്ട് എടുത്തു. തീറ്റയുടെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആൽഫയ്ക്കും ആൽഫ പ്ലസ് 2 പൈക്കും ഇടയിലായിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ log z equal to log r plus I theta alpha less than theta less than alpha plus 2 pi with components u equal to log r, v equal to theta, single valued and continuous in the stated domain. അതായത് നമ്മൾ ഒരു ആൽഫ ഒരു റിയൽ നമ്പർ ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ ആൽഫ 0 ആണെന്നുണ്ടെങ്കിൽ ഇത് ഏതിനിടയിൽ വരും? 0ക്കും 2 പൈക്കും ഇടയിൽ ഒരു തീറ്റ വരും. അപ്പൊ 0ക്കും 2 പൈന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ പൈ ആവും വിചാരിക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? log r plus I പൈ വരും. അപ്പൊ അതൊരു സിംഗിൾ വാല്യൂ അല്ലേ? ഈ n വാല്യൂ ചെയ്യുന്നതിനനുസരിച്ചല്ലേ മാറാം. ഇവിടെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തീറ്റയ്ക്ക് ഒറ്റ വാല്യൂസേ കിട്ടുള്ളൂ. അതായത് ഒന്നെങ്കിൽ പൈ അല്ലെങ്കിൽ പൈ ബൈ 2 അല്ലെങ്കിൽ ആൽഫയുടെ വാല്യൂവിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു വാല്യൂ ആണ് തീറ്റയ്ക്ക് കിട്ടുക. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് സെഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല, സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് ഒരു മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷനെ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കി മാറ്റുകയാണ് ചെയ്തത്, റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്തത്. തീറ്റ ഇമാജിനറി പാർട്ട്, അതായത് തീറ്റ പ്ലസ് 2n പൈയിലാണ് ഈ മൾട്ടിപ്പിൾ വാല്യൂഡ് ആവുക. അപ്പൊ തീറ്റനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് ആക്കിയപ്പോ നമുക്ക് മെനി വാല്യൂഡ് ഫംഗ്ഷൻ, അതായത് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ പോയിട്ട് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കി. ഓക്കെ, ഇനി അടുത്തത് ബ്രാഞ്ച് എന്താണെന്നാണ് പറയുന്നത്. ബ്രാഞ്ച് ഓഫ് എ മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ f is any single valued function capital F that is analytic in some domain at each point z of which value f of z is one of the values of f. അതായത് ഒരു ഫംഗ്ഷൻ f എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇനി അതിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ F വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതൊരു ഫംഗ്ഷൻ ആണ്, അത് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, അത് അനാലിറ്റിക്കുമാണ്. ഇനി അതിന്റെ സിംഗിൾ വാല്യൂ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എഫിന് കുറെ വാല്യൂസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും വാല്യൂ ആയിരിക്കും. അതായത് ക്യാപിറ്റൽ എഫ് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, അപ്പൊ അതിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തല്ലോ മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷനെ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കിയില്ലേ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടും, ക്യാപിറ്റൽ എഫ്. അത് അനാലിറ്റിക്കും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രാഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ സിംഗിൾ വാല്യൂഡ് പ്ലസ് അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രാഞ്ച് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഒരു മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷനെ റെസ്ട്രിക്ട് ചെയ്ത് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കി, അത് അനാലിറ്റിക്കും കൂടി ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഫംഗ്ഷന്റെ ബ്രാഞ്ച് ആയിരിക്കും. ഓക്കെ, ക്ലിയർലി ഇത് ഫംഗ്ഷൻ log z equal to ln r plus I argz is called പ്രിൻസിപ്പൽ ബ്രാഞ്ച്. ഈ log z നെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നാണ് വിളിക്കുക. അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കഴിയുമ്പോൾ, കാരണം എന്താണ്, നമ്മൾ അവിടെ n-ന് 0 കൊടുക്കുകയാണ്. അപ്പൊ അവിടെ തീറ്റ പ്ലസ് 2n പൈ ഇല്ല, തീറ്റ മാത്രമേ ഉള്ളൂ. 2n പൈ എന്ന് പറയുന്നത് 0 ആയിട്ട് പോയി. അപ്പൊ അതൊരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, ലോഗ് ഇതായതുകൊണ്ട് അനാലിറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് അത് ബ്രാഞ്ച് ആണ്. അപ്പൊ അതിനെ പ്രിൻസിപ്പൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് ബ്രാഞ്ച് കട്ട്. Branch cut is a portion of a line or curve that is introduced in order to define a branch f or multiple valued function. അതായത് നമ്മളൊരു മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷന്റെ ബ്രാഞ്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കർവ് അല്ലെങ്കിൽ ഒരു ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിന്റെ ആ കർവ് അല്ലെങ്കിൽ ലൈനെയാണ് നമ്മൾ ബ്രാഞ്ച് കട്ട് എന്ന് പറയുന്നത്. അതായത് ബ്രാഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, അതായത് മൾട്ടിപ്പിൾ വാല്യൂഡിനെ സിംഗിൾ വാല്യൂഡ് ആക്കി നമ്മൾ അനാലിറ്റിക് ഒക്കെ ആക്കുമ്പോൾ അതിൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു കർവിന്റെ പോർഷൻസ് ഒക്കെ വരും. അതിനെയാണ് ബ്രാഞ്ച് കട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ. The points on the branch cut for f are singular points of f and any point that is common to all branch cut of f is called a branch point. ഇനി ബ്രാഞ്ച് കട്ടിലത്തെ പോയിന്റ്സ് എല്ലാം സിംഗുലർ പോയിന്റ്സ് ആയിരിക്കും. അതായത് അവിടെ ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കില്ല. ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സിനാണ് സിംഗുലർ പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്രാഞ്ച് കട്ടിലത്തെ ഇപ്പൊ ഫംഗ്ഷൻ അനാലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻറ്റയർ ഫംഗ്ഷൻ ആവണമെന്നില്ലല്ലോ, എല്ലായിടത്തും അനാലിറ്റിക് ആവണം എന്നില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു നൈബർഹുഡിലായാൽ മതി. അപ്പൊ ചിലപ്പോൾ ആ കർവിന്റെ അല്ലെങ്കിൽ ലൈനില് സം പോയിന്റ്സിൽ അത് അനാലിറ്റിക് ആവണമെന്നില്ല. ഇനി എല്ലാ ബ്രാഞ്ച് കട്ടിലും കോമൺ ആയിട്ടുള്ള ഇങ്ങനത്തെ സിംഗുലർ പോയിന്റ്സ്, അത് എല്ലാ ബ്രാഞ്ച് കട്ടിലും കോമൺ പോയിന്റ്സിനെയാണ് നമ്മൾ ബ്രാഞ്ച് പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ബ്രാഞ്ച് കട്ട്സിലെയും കോമൺ ആയിട്ടുള്ള പോയിന്റ്സിനെ ബ്രാഞ്ച് പോയിന്റ്സ് എന്ന് വിളിക്കും.
അത് സിംഗുലാർ പോയിന്റ്സ് ആയിരിക്കും, അവിടെ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഡെഫിനിഷൻ പഠിച്ചു. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി, അതായത് ഒരു മൾട്ടിപ്പിൾ വാല്യൂ ഫംഗ്ഷൻ ലോഗ് സെഡിനെ ലോഗ് ആർ പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2nπ. അപ്പൊ തീറ്റനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് ഒരു ആൽഫ റിയൽ നമ്പർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആൽഫയ്ക്കും ആൽഫ പ്ലസ് 2πക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ തീറ്റ ഒരു വാല്യൂ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് കിട്ടുക. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷനെ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കി അത് അനാലിറ്റിക് കൂടിയാണെന്നുണ്ടെങ്കിൽ, സിംഗിൾ വാല്യൂഡ് പ്ലസ് അനാലിറ്റിക് ആണെങ്കിൽ ബ്രാഞ്ച് എന്ന് വിളിക്കും. ഇനി അപ്പൊ ക്ലിയർലി ക്യാപിറ്റൽ പ്രിൻസിപ്പൽ ബ്രാഞ്ച് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ അത് ക്യാപിറ്റൽ ലോഗ് സെഡ് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതിനെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നാണ് വിളിക്കുക. സ്മോൾ ലോഗ് സെഡിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ആണ് ക്യാപിറ്റൽ ലോഗ് സെഡ്. ഇനി ബ്രാഞ്ച് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാഞ്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു കർവ് അല്ലെങ്കിൽ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആ ഇതിനെയാണ് ബ്രാഞ്ച് കട്ട് എന്ന് വിളിക്കുന്നത്. ഇനി എല്ലാ ബ്രാഞ്ച് കട്ടിലും കോമൺ ആയിട്ടുള്ള പോയിന്റ്സിനെയാണ് ബ്രാഞ്ച് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അത് സിംഗുലാർ പോയിന്റ്സ് ആയിരിക്കും, അതായത് അവിടെ ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കില്ല. ഓക്കെ, ദി ബ്രാഞ്ച് കട്ട് ഫോർ ദി പ്രിൻസിപ്പൽ ബ്രാഞ്ച് കൺസിസ്റ്റ് ഓഫ് ദി ഒറിജിൻ. ബ്രാഞ്ച് കട്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് കട്ട് എന്ന് പറയുന്നത് പോർഷൻ ഒറിജിൻ ആൻഡ് -π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π. ഒറിജിൻ 0ക്കും ഈ ഇടയിലുള്ള പോർഷൻ അതിനെയാണ് നമ്മൾ ബ്രാഞ്ച് കട്ട് ഓഫ് പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കർവ് അല്ലെങ്കിൽ ലൈൻ. ഇനി ഒരു തിയറം ആണ്, സെഡ് ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ സെഡ് റേസ് ടു n എന്ന് പറയുന്നത് ഇ റേസ് ടു n ലോഗ് സെഡ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സെഡ് ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എടുത്തു. സെഡ് റേസ് ടു n എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെ ഹോൾ പവർ എന്ന് പറയുമ്പോൾ ആർ റേസ് ടു n ഇ റേസ് ടു ഐ തീറ്റ ആയി. ഇനി രണ്ട് ഭാഗത്തും ലോഗ് എടുക്കുകയാണ്. ലോഗ് സെഡ് റേസ് ടു n എന്ന് പറയുന്നത് ഇവിടെ ലോഗ് എടുക്കുമ്പോൾ ലോഗ് ആർ റേസ് ടു n പ്ലസ് ലോഗ് ഇ റേസ് ടു ഐ തീറ്റ ആയി. ഇനി ലോഗിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് n ലോഗ് ആർ ആണ്, ഇത് റിയൽ നമ്പേഴ്സ് ആണ്. n ലോഗ് ആർ പ്ലസ് ഐ തീറ്റ, ലോഗും ഇയും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നമ്മൾ വീണ്ടും എക്സ്പോണൻഷ്യൽ എടുക്കുകയാണ്, സെഡ് റേസ് ടു n എടുക്കുകയാണ്. ഇ പവർ എടുക്കുമ്പോൾ ഇയും ലോഗും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ സെഡ് റേസ് ടു n എടുക്കുമ്പോൾ ഇ പവർ n ലോഗ് ആർ പ്ലസ് ഐ തീറ്റ, n കോമൺ എടുക്കുമ്പോൾ ഇ പവർ n ലോഗ് ആർ പ്ലസ് ഐ തീറ്റ. ലോഗ് ആർ പ്ലസ് ഐ തീറ്റ എന്ന് പറയുന്നതാണ് ലോഗ് സെഡ്. അത് നമ്മൾ ഇവിടെ മറ്റേ n ലോഗ് ആർ പ്ലസ് ഐ തീറ്റ പ്ലസ് 2nπ ഉണ്ടല്ലോ, ആ n 0 ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലോഗ് ആർ പ്ലസ് ഐ തീറ്റ എന്ന് എഴുതാമല്ലോ. അപ്പൊ അത് ലോഗ് സെഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സെഡ് റേസ് ടു n എന്ന് പറയുന്നത് ഇ റേസ് ടു n ലോഗ് സെഡ്. അതായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഒന്നും തന്നെ ഇല്ല, സെഡ് ആർ റേസ് ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എടുത്തു, സെഡ് റേസ് ടു n എടുത്തു, ലോഗ് എടുത്തു രണ്ട് ഭാഗത്തും, അത് കഴിഞ്ഞ എക്സ്പോണൻഷ്യൽ എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ. നെക്സ്റ്റ് നമ്മൾ n-ന് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഡ് റേസ് ടു n ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് സെഡ്, ഇ റേസ് ടു n ലോഗ് സെഡ് എന്നുള്ളത് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് സെഡ് എന്ന് വരും. അപ്പം ഇനി ഇ റേസ് ടു ലോഗ് സെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിലും ഈ എക്സ്പോണൻഷ്യൽ ലോഗും ക്യാൻസൽ ചെയ്ത് പോയി സെഡ് തന്നെയാണ് വരിക, അതാണ് ഇങ്ങനെ കിട്ടിയത്. അത് ഇ റേസ് ടു ലോഗ് സെഡും ലോഗ് ഇ റേസ് ടു സെഡും സെഡ് തന്നെയാണ്. ഇനി സെഡ് ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ സെഡ് റേസ് ടു 1/n എന്ന് പറയുന്നത് ഇ റേസ് ടു 1/n ലോഗ് സെഡ് ആയിരിക്കും. ഇനി കുറച്ച് ഐഡന്റിറ്റീസ്, രണ്ട് തിയറംസ് ഉണ്ട്. Z1 Z2 രണ്ട് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലോഗ് Z1 Z2 എന്ന് പറയുന്നത് ലോഗ് Z1 പ്ലസ് ലോഗ് Z2 ആയിരിക്കും. ഇത് നമ്മൾ റിയൽ നമ്പറിൽ ലോഗിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ലോഗ് XY എന്ന് പറയുന്നത് ലോഗ് X പ്ലസ് ലോഗ് Y ആണ്. ഇത് കോംപ്ലക്സ് നമ്പേഴ്സിന് ആണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ആർഗ്യുമെന്റ് ആർഗ് Z1 Z2 ഈക്വൽ ടു ആർഗ് Z1 പ്ലസ് ആർഗ് Z2 എന്നുണ്ട്, മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. Z1 Z2 എന്ന് പറയുന്നത് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. മോഡ് Z1 മോഡ് Z2 എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, കാരണം നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ റിയൽ പാർട്ട് മാത്രമേ വരുള്ളൂ. ഇനി മോഡ് Z1 Z2 എന്ന് പറയുന്നത് മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ആണ്. മോഡിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് മോഡ് XY എന്ന് പറയുന്നത് മോഡ് X ഇൻറ്റു മോഡ് Y ആണ്. ഈ RHS എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, ഇത് റിയൽ നമ്പർ ആണ്, ഇത് റിയൽ നമ്പർ ആണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിയൽ നമ്പർ. അപ്പൊ അതുകൊണ്ട് LHS മോഡ് Z1 Z2 റിയൽ നമ്പർ ആണ്. ഇനി വി ഹാവ് ലോഗ് എടുക്കുകയാണ് നമ്മൾ. ലോഗ് ഓഫ് മോഡ് Z1 Z2 ഈക്വൽ ടു ലോഗ് Z1 പ്ലസ് ലോഗ് Z2, കാരണം ഇത് റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ലോഗ് ഓഫ് XY എന്ന് പറയുന്നത് ലോഗ് X പ്ലസ് ലോഗ് Y ആണ്. ഇനി നമ്മൾ ഒരു I ഇൻറ്റു ആർഗ് Z എന്നും കൂടെ കൂട്ടിച്ചേർക്കാണ്. ലോഗ് Z1 Z2 പ്ലസ് I ഇൻറ്റു ആർഗ് ഓഫ് Z1 Z2 ഈക്വൽ ടു ലോഗ് Z1 പ്ലസ് ലോഗ് Z2.
I into arg z1 z2 നമ്മൾ arg z1 plus arg z2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരുമിച്ചാക്കി എഴുതി log z1 plus I into arg z1 plus log z2 plus I into arg z2 മോഡ് ഉണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് log of z1 z2 ആണ് ഈക്വൽ ടു ഇത് log z1 plus log z2 ആണ്. അപ്പൊ നമ്മൾക്ക് വേണ്ട പ്രോപ്പർട്ടി ആയി. കാരണം log z എന്ന് പറയുന്നതാണല്ലോ log mod z plus I into arg z അല്ലേ ഇത്. അപ്പൊ log z1 z2 എന്ന് പറയുമ്പോൾ log mod z1 z2 plus I into arg z1 z2 അത് പ്രകാരം തന്നെയാണ് ഇത് കിട്ടിയത്. log z1 എന്ന് പറയുന്നത് log mod z1 plus I into arg z1 ആണ്. നമ്മൾ ആ ഇത് പഠിച്ചല്ലോ log r plus I into arg z എന്നതിന് പകരം r ഉം mod z ഉം സെയിം ആണ്. ആ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മള് z1 z2 കോംപ്ലക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂ റിയൽ നമ്പർ ആയിരിക്കും. പിന്നെ അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ മോഡ് z1 into മോഡ് z2 എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. അതാണ് മോഡ് z1 z2. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് അറിയാം. ആർഗ്യുമെന്റ് ഓഫ് z1 z2 എന്ന് പറയുന്നത് arg z1 plus arg z2 ആണ്. ഇനി ലോഗ് ഓഫ് ഇതെന്ന് പറയുന്നത് ലോഗിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇങ്ങനെയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ളൂ. ലോഗ് മോഡ് z1 z2 plus I into arg z1 z2 എടുത്തു എഴുതി അറേഞ്ച് ചെയ്ത് എഴുതി. ഇത് നമ്മൾ ഡെഫിനിഷൻ പ്രകാരം ലോഗ് z1 z2 ഡെഫിനിഷൻ ആണ്. log z1 z2 equal to log mod z1 z2 plus I into arg z1 z2. അതായത് log z equal to log mod z plus I into arg z. ആ ഡെഫിനിഷൻ പ്രകാരം ഇങ്ങനെ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് തിയറം. z1 z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ log z1 by z2 എന്ന് പറയുന്നത് log z1 minus log z2 ആയിരിക്കും. അപ്പം ഇവിടെ അത് സെയിം തിയറം ഈ തൊട്ടുമുമ്പ് തിയറം ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യുക. അപ്പൊ അതിന്റെ പ്രൂഫ് നിങ്ങൾ ചെയ്തുകൊണ്ട് വരിക. അപ്പോ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇവിടെ ആർഗ്യുമെന്റിന്റെ പ്രോപ്പർട്ടിയിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരിക. arg z1 by z2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. അത് വെച്ചിട്ടാണ് സെയിം പ്രോപ്പർട്ടി ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ രണ്ട് പ്രോബ്ലംസ് ചെയ്തല്ലോ, അപ്പൊ അതും കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഫസ്റ്റ് നമ്മൾ ലോഗ് ഡിഫൈൻ ചെയ്തു. നമ്മൾ ലോഗ് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ലോഗ് സെഡ് നമ്മൾ r e raised to I theta എന്ന് എടുക്കുമ്പോൾ ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് r പ്ലസ് I theta ആണ്. അല്ലെങ്കിൽ ലോഗ് r പ്ലസ് I theta പ്ലസ് 2n pi എന്ന് എഴുതാം. ഓക്കെ, ഇനി അതില് നമ്മള് അല്ലെങ്കിൽ നമുക്ക് ഇനി സെയിം ഡെഫിനേഷൻ തന്നെയാണ്. ആറും ലോഗ് ആറിനെ മോഡ് സെഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ലോഗ് സെഡ് ഈക്വൽ ടു ലോഗ് മോഡ് സെഡ് പ്ലസ് I into arg z, അതും ഡെഫിനേഷൻ തന്നെയാണ്. ഇനി n I പ്ലസ് I into തീറ്റ പ്ലസ് 2n pi നമ്മള് അതായത് arg z ല് n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ആർഗ്യുമെന്റ്, പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. അതിന് ക്യാപിറ്റൽ arg z എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി അപ്പൊ കറസ്പോണ്ടിങ് കിട്ടുന്ന ലോഗിന്റെ വാല്യൂനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് എന്ന് പറയുന്നത്. അതിന് ക്യാപിറ്റൽ ലോഗ് z എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അത്രയും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ചെയ്തു. അതായത് ലോഗ് 1ന്റെയും ഒക്കെ വാല്യൂ കാണുന്നത്, അതായത് ലോഗ് സെഡിന്റെ വാല്യൂ കാണുന്നത്, സെഡിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ അത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആറും തീറ്റയും കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ് സെഡിന്റെ ആർഗ് സെഡും കണ്ടുപിടിച്ചിട്ടുള്ള ഡെഫിനിഷൻ വെച്ചിട്ടും ചെയ്യാം. പിന്നെ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചു അല്ലെ. ഡെറിവേറ്റീവ് നമ്മൾ കോഷി അതായത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. യു വി എഴുതി കോമ്പോണൻസ് ആയിട്ട് എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്തു. കോഷി റീമാൻ ഇക്വേഷൻ ഒക്കെ വെച്ച് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e raised to minus I theta ur plus I vr ആണ്. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് 1/z എന്ന് കിട്ടും. അപ്പൊ ലോഗ് സെഡിന്റെയും അതുപോലെ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ലോഗ് സെഡിന്റെയും 1/z തന്നെയാണ്. പിന്നെ നമ്മൾ ബ്രാഞ്ച് ഡെറിവേറ്റീവ്, ബ്രാഞ്ച് കട്ട്, ബ്രാഞ്ച് പോയിന്റ് അതൊക്കെ പഠിച്ചു. അതായത് ഒരു മെനി വാല്യൂഡ് ഫംഗ്ഷനെ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കാൻ പറ്റും. തീറ്റനെ റെസ്ട്രിക്ട് ചെയ്താൽ മതി. ഇനി ഒരു മൾട്ടിപ്പിൾ വാല്യൂന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഒരു സിംഗിൾ വാല്യൂഡ് പ്ലസ് അത് അനാലിറ്റിക് ആവാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ആയി. ഇനി ബ്രാഞ്ച് കട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ അല്ലെങ്കിൽ കർവ് ഇതിന്റെ ഡെഫിനിഷനിൽ വരണം. ഇതിനെയാണ് ബ്രാഞ്ച് കട്ട് എന്ന് പറയുന്നത്. എല്ലാ ബ്രാഞ്ച് കട്ടിലും കോമൺ പോയിന്റ്സിനെ ആണ് നമ്മൾ ബ്രാഞ്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് സിംഗുലാർ പോയിന്റ്സ് ആണ്, അതായത് ഫംഗ്ഷൻ അവിടെ അനാലിറ്റിക് ആയിരിക്കില്ല.
പിന്നെ നമ്മൾ തിയറംസ് ആണ് പഠിച്ചത്. z r e raised to i t t ആണെന്നുണ്ടെങ്കിൽ z raised to n എന്ന് പറയുന്നത് e raised to n log z ആയിരിക്കും. അത് നമ്മളൊന്നും ചെയ്തില്ല. z raised to n എടുത്തു, log എടുത്തു, എക്സ്പോണൻഷ്യൽ എടുത്തു. പിന്നെ നമ്മൾ പഠിച്ചത് z1 z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ log z1 z2 എന്ന് പറയുന്നത് log z1 പ്ലസ് log z2 ആണ്. റിയൽ നമ്പറിന് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കോംപ്ലക്സ് നമ്പറിന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത തിയറം log z1 by z2 എന്ന് പറയുന്നത് log z1 മൈനസ് log z2 ആണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോ അടുത്ത ദിവസം നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. ഓക്കെ, താങ്ക് യു.